പിറ്റേന്ന് രാവിലെ ഉറങ്ങണിച്ച് നോക്കുന്ന സമയത്ത് വൈഫ് കാണുന്നത് സൂസൈഡ് ചെയ്ത് കിടക്കുന്ന തൻ്റെ ഹസ്ബൻഡിനെയാണ്. ഒരു ഫാമിലിയിലെ ഹസ്ബൻഡ് അബ്രോഡ് പോകുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം അയാൾ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അയാളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നാട്ടിലുണ്ടായിരിക്കുന്ന സമയത്തും ഇയാളുടെ ക്യാരക്ടറിൽ ഭയങ്കര മോശം സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നും വീട്ടിൽ അടിയും ബഹളങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വീട്ടുകാരാണ് പറഞ്ഞത്, നിങ്ങളൊന്ന് മാറി നിന്ന് നോക്ക്, ചിലപ്പോൾ അതൊന്ന് വർക്കൗട്ട് ആയേക്കാം എന്നുള്ളത്. അങ്ങനെ അവർ മാറി നിൽക്കുന്നു. മാറി നിന്ന് കഴിഞ്ഞ ശേഷം ഹസ്ബൻഡിന് ഡ്രഗ്സിൻ്റെ എക്സ്പോഷറും കൂടി വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും തുടങ്ങുന്നു. വഴക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് വൈഫ് പറയും, നമുക്കിത് നിർത്താം, ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ശരിയാവില്ല. ആ സമയത്ത് ഹസ്ബൻഡ് പറയുന്ന മറുപടി, നീ എന്നെ ഉപേക്ഷിച്ച് പോയാൽ ഞാൻ ഉറപ്പായിട്ട് സൂയിസൈഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹമാണെങ്കിൽ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹം, ഇനി വഴക്കാണെങ്കിൽ എക്സ്ട്രീം വഴക്ക്, അങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. ഒരു ദിവസം പുലർച്ചെ 3 മണിക്ക് വൈഫിന് കോള് വരുന്നു. ഇവർ തമ്മിൽ യൂഷ്വലി ഉണ്ടാവാറുള്ളത് പോലെ തന്നെ അടി ഉണ്ടാവുന്നു. ഒരുപാട് ത്രട്ടണിങ് ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ പുലർച്ചെ ആയതുകൊണ്ടായിരിക്കാം, ഇത് കാലങ്ങളായിട്ട് നടക്കുന്ന പ്രക്രിയയും കൂടി ആയതുകൊണ്ടായിരിക്കും വൈഫ് അത് കാര്യമാക്കാതെ കടന്നുറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ഉറങ്ങണിച്ച് നോക്കുന്ന സമയത്ത് വൈഫ് കാണുന്നത് സൂസൈഡ് ചെയ്ത് കിടക്കുന്ന തൻ്റെ ഹസ്ബൻഡിനെയാണ്. ഇത് അയാൾക്ക് ഒരു ഭയങ്കര ഷോക്ക് ഉണ്ടായി കൊടുത്തു. അവൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡിപ്രഷനിലേക്കും ട്രോമയിലേക്കൊക്കെ കടക്കുകയുണ്ടായി. പലപ്പോഴും പല റിലേഷൻഷിപ്പിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. തൻ്റെ ലൈഫ് പോകുന്നത് ഒരു ടോക്സിക് എൻവയോൺമെന്റിലാണെന്ന് അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ അത്രത്തോളം ടോർച്ചർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് മുന്നോട്ട് പോകുന്നത് എന്ന് അറിഞ്ഞിട്ടും ഇവർക്ക് പലപ്പോഴും ഇവിടുന്ന് ലീവ് ചെയ്യാൻ പറ്റാറില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ സൊസൈറ്റി എന്ത് ചിന്തിക്കുമെന്നുള്ളതായിരിക്കാം, വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതായിരിക്കാം, അതും അല്ലെങ്കിൽ കുട്ടികളെ പറ്റിയിട്ട് ആലോചിച്ചായിരിക്കും. ഇനി ഇതിലൊന്നും പെടാത്ത ആൾക്കാർക്ക് താനൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ പോകുന്നത് എന്ന് പോലും മനസ്സിലാവാത്ത ആൾക്കാരും ഉണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത്, സ്നേഹിക്കുന്ന സമയത്ത് എക്സ്ട്രീം സ്നേഹവും അബ്യൂസിങ് ആവുന്ന സമയത്ത് എക്സ്ട്രീം അബ്യൂസിങ് കൊടുക്കുന്നതാണ്. ഇത് കാരണം ഇത് ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ ഇനി സ്നേഹം കൊണ്ടാണോ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവരൊരു ഇമോഷണൽ ലൂപ്പിലേക്കാണ് പെടുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ സപ്പോർട്ട് തേടാവുന്നതാണ്. കാരണം നമുക്കറിയാം, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പക്ഷേ ദിവസവും വിഷം കുടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കാട്ടും നല്ലതാണ് കയ്പുള്ളൊരു മരുന്ന് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്.